കൊച്ചി നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. വൃക്ക നൽകാൻ പാലക്കാട്ടെ ഷമീറിനെ സമ്മതിപ്പിച്ചത് സംഘത്തലവനായ രാമപ്രസാദ് ഗോണ്ട. 20 ലക്ഷത്തിന് ഡീൽ ഉറപ്പിച്ചു. എന്നാൽ 6 ലക്ഷം രൂപ മാത്രമേ കൈ കൊടുത്തുള്ളൂ. ബാക്കി പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി. കേസിൽ ഇരകളായി വേറെ മലയാളികളൊന്നുമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. മഹാഭാഗ്യം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. അശ്വിൻ, ഞാൻ വിചാരിച്ചു നമ്മുടെ കുറച്ച് മലയാളി സുഹൃത്തുക്കൾ കൂടി ഇതിൽ പെട്ടുപോയി കാണും ഇരകളായി. എന്തായാലും അവരില്ല എന്നറിയുന്നതിൽ വളരെ ആശ്വാസം ഈ രാവിലെ. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വേറെ മലയാളികളൊന്നുമില്ല എന്നുള്ളത് ആശ്വാസമാണ്. നിലവിൽ ഷമീർ മാത്രമാണ് ഇതിൽ പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ രാമപ്രസാദ് ഗോണ്ടയുടെ നേതൃത്വത്തിലുള്ള അവയവക്കടത്ത് സംഘം കേരളത്തിലാകമാനം സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയുള്ള വല വിരിച്ചിരുന്നു. അതിൽ കുരുങ്ങിയത് ഷമീർ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവസാനത്തെ ചോദ്യം ചെയ്യലിലും പോലീസിന് മനസ്സിലായിരിക്കുന്നത്. മറ്റന്വേഷണങ്ങളിലും ഇക്കാര്യം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഷമീറിനെ 20 ലക്ഷം രൂപ നൽകാം എന്ന് പറഞ്ഞാണ് ഈ കെണിയിലേക്ക് പെടുത്തിയത്. അങ്ങനെ ഷമീർ ഒരു വൃക്ക നൽകുകയും ചെയ്തു. പക്ഷേ അതിന് ആ ഡീൽ ഉറപ്പിച്ചത് 20 ലക്ഷത്തിനാണെങ്കിലും നൽകിയത് 6 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി 14 ലക്ഷം രൂപയ്ക്ക് പലതവണ ഷമീർ ഇവരെ ബന്ധപ്പെട്ടെങ്കിലും പിന്നീട് ഭീഷണിയാണ് ഷമീറിന് നേരിടേണ്ടി വന്നത്. പിന്നീട് ഒരു വൃക്ക കൂടി ഷമീർ നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് നടക്കുകയും ചെയ്തിട്ടില്ല. ഷമീർ നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത് ഈ വൃക്ക നൽകാൻ കഴിയാത്തത് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിൽ രാമപ്രസാദ് ഗോണ്ട വ്യക്തമാക്കിയത്. ഈ രാമപ്രസാദ് ഗോണ്ട തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ എന്നുകൂടി കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും, അതായത് ഈ പിടിക്കപ്പെട്ടതിന് ശേഷവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട മാഫിയകൾ സോഷ്യൽ മീഡിയ വഴി സജീവമാണ് എന്നുള്ള വിവരം കൂടി രാമപ്രസാദ് ഗോണ്ടയിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും വ്യാപകമായി തന്നെ തുടരുന്നുമുണ്ട്. താങ്ക് യു അശ്വിൻ പാലാഴി.